നിർവഹിച്ച് ആ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച് എഴുന്നേൽക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ നിൽക്കുമ്പോൾ ഇന്നി ഉസല്ലി ഫഅദ്കുറു വലദീ, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോൾ എൻ്റെ മക്കളെ എനിക്ക് ഓർമ്മ വരും. ഫഅസീദു ഫീ സ്വലാത്തി, എൻ്റെ മക്കളെ ഓർത്തുകൊണ്ട് ഞാൻ നിസ്കാരം വീണ്ടും 2 റക്അത്ത് വീണ്ടും നിസ്കരിക്കും കഴിയുന്നത്ര. എന്തിനെന്നറിയോ? എൻ്റെ ഈ നിസ്കാരം എൻ്റെ തലമുറകളിലേക്ക് കൈമാറപ്പെടുന്നുണ്ട്. എൻ്റെ മക്കൾക്കതുകൊണ്ട് ഗുണമുണ്ടാകുമല്ലോ, അതുകൊണ്ട് ഞാൻ ഏറെ നിസ്കരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്, ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞത് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യബ്, താബിഈങ്ങളുടെ നേതാക്കന്മാരിൽ പെടുന്ന മഹാനാണ്. അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിമാരെ കണ്ട മഹാനാണ് സഈദ് ഇബ്നുൽ മുസയ്യബ് റഹ്മത്തുള്ളാഹ്. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കുക. ഫർള് നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് ഓടണ്ട, അവിടെ ഇരിക്കുക, കുറച്ച് തസ്ബീഹ് ചൊല്ലുക, ദിക്ർ ചൊല്ലുക. ഇമാമ ദ്വാരക്കുണ്ടോ ആ ദ്വായിലെങ്കിലും കൂടുക, 2 പേജെങ്കിലും 1 ജുസ് എങ്കിലും ഏതാനും വരികളെങ്കിലും ഖുർആൻ ഓതുക. ഭയങ്കര മനസ്സമാധാനമായിരിക്കും. നമ്മൾ പള്ളിയിൽ നിന്നുണ്ടല്ലോ എഴുന്നേറ്റ് ഓടുന്നത്. സമാധാനം കിട്ടാനാണെങ്കിൽ അവിടെ ഇരിക്കുക വേണ്ടത്. പുറത്തിറങ്ങിയിട്ട് കാര്യമായ പണിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അകത്തിരുന്നിട്ട് കുറച്ച് നേരം സലാം വീട്ടിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു വലിയൊരു മീറ്റിംഗ്, നിങ്ങളിപ്പോൾ ഒരു മിനിസ്റ്ററെ കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കുക. ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോയിൻമെൻറ്റ് കിട്ടി ഞങ്ങൾ ആ ടൈം കഴിഞ്ഞ് മുമ്പ് മീറ്റിംഗ് ക്ലോസ് ചെയ്താൽ ഉടനെ ചാടിയുടെ ഓടിപ്പോവുക ചെയ്യുക. കുറച്ച് നേരം ചുറ്റിപ്പറ്റി നിൽക്കൂലേ, ഒരു ഫോട്ടോ എടുക്കട്ടെ, അല്ലെങ്കിൽ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയട്ടെ, വേറൊരാളും കൂടെ പരിചയപ്പെടട്ടെ. അവിടെ ചുറ്റിപ്പറ്റി ഒരു 10 മിനിറ്റ് നിന്നിട്ടല്ലേ ഇറങ്ങി പോരുള്ളൂ. അല്ല അവിടെ നിന്ന് ഉടനെ തന്നെ വണ്ടി കയറി ബൈക്ക് എടുത്ത് ഓടിപ്പോലെ. അള്ളാഹുവിൻ്റെ അടുത്തുള്ളൊരു മുനാജാത്ത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ നമ്മൾ ഇറങ്ങി ഓടുന്നത്? ഞാൻ അതാ ചോദിക്കുന്നത്. അത് മനസ്സിലാവാത്തത് കൊണ്ടല്ലേ? ഈ ചെയ്യുന്നത് വെറുതെ ഒരു ഫിസിക്കൽ എക്സസൈസ് പോലെ ചെയ്തിട്ടല്ലേ? അതിൻ്റെ ഒരു ആത്മീയത, അതിൻ്റെ ഒരു സ്പിരിച്വൽ റെൽം അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അവിടെ ഇരിക്കുക, മനസ്സിന് സമാധാനം അള്ളാഹു ഇറക്കിത്തരും, ഖൽബിനൊരു കുളിർമ വരും. അത് കിട്ടിയിട്ട് എഴുന്നേറ്റ് പോരുക. സമാധാനം അള്ളാഹു തരാൻ വിചാരിച്ച് നമ്മുടെ മുസല്ലകളിലാണ്, നമ്മൾ നിസ്കരിക്കുന്നിടത്താണ്, നമ്മുടെ നിസ്കാരപ്പായയിലാണ് അള്ളാഹു സമാധാനം ഇറക്കി തരാന്ന് പറഞ്ഞത്. നമ്മുടെ നിസ്കാരപ്പായില, ഷോപ്പിംഗ് മാളിലല്ല. സമാധാനം റബ്ബ് തന്നത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി വുദൂഅെടുത്ത് നിസ്കരിക്കുന്നിടത്താണ്. എവിടെയല്ല, ഏതെങ്കിലും വല്ല എന്റർടൈൻമെന്റ് നടക്കുന്നിടത്തല്ല. സമാധാനം വിധിക്കരില്ല, അള്ളാഹുവിന്റെ ദിക്റിലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ഇത് നൽകുന്നത് മുഅ്മിനീങ്ങളായ ആളുകൾ സജ്ജനങ്ങളാകുന്നതോടുകൂടെ അവരുടെ 7 തലമുറകളിലേക്ക് നന്മകൾ ലഭിക്കുമെന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന കറാമത്താണ് എന്ന് മനസ്സിലാക്കണം. എന്തല്ല, അള്ളാഹു നിർബന്ധമായ വിഷയമല്ല. ഈ ഹദീസിനെ നമ്മൾ ഒന്നുകൂടെ ആഴത്തിലൊന്ന് പഠിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഒന്ന് സ്വലാത്ത് ചൊല്ലി ഇരുന്നാൽ എന്താ കുഴപ്പമില്ലല്ല. ഒന്ന് എഴുന്നേറ്റ് 3 സ്വലാത്ത് ചൊല്ലും. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. എല്ലാവർക്കും വെള്ളം കിട്ടിയില്ലേ? الرحمن الرحيم. ورحمتي وسعت كل شيء فسأكتبها للذين يتقون. ചില സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന കറാമത്താണ്, അള്ളാഹു നൽകുന്ന ബഹുമാനമാണ്, ആദരവാണ്. എന്ന് വെച്ചാൽ വാപ്പ നന്നായി മക്കൾ മോശാവൂല എന്നതിനർത്ഥമുണ്ടോ? അർത്ഥമല്ല. അള്ളാഹ് നൽകുന്നൊരു ബഹുമാനമാണ്. ആ കറാമത്തിന് പകരം ഒരുപക്ഷെ അള്ളാഹു അവിടെ ഒരു പരീക്ഷണം കൊടുത്തേക്കും. വാപ്പ നല്ല മനുഷ്യനാ, മകൻ കള്ളൂടിയനാ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ സംഭവിക്കൂലേ? വാപ്പ നല്ല നിസ്കാരമാണ്, ഉമ്മ നല്ല നിസ്കരിക്കുന്ന ഉമ്മയാണ്, പക്ഷെ മക്കൾ നിസ്കരിക്കൂല, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ സംഭവിക്കോ? സംഭവിക്കും. വഅന്നഹു സുബ്ഹാനഹു
ഹുവൽ ഫാഇലുൽ ഹഖീഖി അൽ മുതഫദ്ദിലു ബിഹിഫ്ദിൽ വലദി വഇസ്ലാഹി വഖദ് ലാ യുക്രിമു ബഅദ الصالحين بهذه الكرامة إشارة إلى أنه لا يجب على الله شيء. ഈ ഹദീസിനെ വിശദീകരിക്കുക ഹദീസ് പണ്ഡിതന്മാർ. وقد لا يكرم بعض الصالحين بهذه الكرامة. ചില സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു ഈ ഒരു ബഹുമാനം കൊടുക്കാതിരിക്കാം. എങ്ങനെ? ആള് നല്ല മനുഷ്യനാ, പക്ഷെ മക്കളിലോ തലമുറയിലോ അതിന്റെ ഖൈർ കാണുന്നില്ല. അങ്ങനെ സംഭവിക്കാം. എന്തിന്? ഇശാറത്തൻ ഇലാ അന്നഹു ലാ യജിബു അലല്ലാഹി തആല ശൈ. അല്ലാഹ്ക്ക് ഒന്നും നിർബന്ധമല്ല എന്ന് പഠിപ്പിക്കാൻ അല്ലാഹ് ചെയ്യും. ഇങ്ങനെ സ്വാലിഹായാൽ മക്കളെ നിർബന്ധമായും അല്ലാഹ് സംരക്ഷിക്കുമെന്നുണ്ടോ? അല്ലാഹ്ക്ക് നിർബന്ധമുണ്ടോ? എന്തും ഇല്ല. അള്ളാഹുവിന് അത് നിർബന്ധമുള്ള വിഷയമല്ല. അള്ളാഹിന്റെ സൃഷ്ടികളല്ലേ നമ്മളൊക്കെ. അള്ളാഹുവിന് ഇഷ്ടമുള്ള വിധത്തിൽ അള്ളാഹു നമ്മളിൽ ഇടപെടാം. അള്ളാഹുവിനെ ഇടപെടുത്താൻ റബ്ബിന് അധികാരമുണ്ട്, റബ്ബിന് പറ്റും ചെയ്യും. അതുമാത്രമല്ല, മക്കള് നന്നാവുന്നത് വാപ്പ നന്നായതിൻ്റെ പേരിൽ മക്കള് നന്നായി എന്ന് പറയാതിരിക്കാനും, മക്കളെ നന്നാക്കുന്നത് ആ സ്വലാഹ് നൽകുന്നത് അള്ളാഹുവാണ്. وأنه سبحانه هو الفاعل الحقيقي المتفضل بحفظ الولد وإصلاحه. മക്കളെ സംരക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്, റബ്ബ് തആലയാണ്. അല്ലാഹു റബ്ബ് തആലയാണ് മക്കളെ നന്മയിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാഹു നൽകുന്ന തൗഫീഖാണത്, റബ്ബിന്റെ ഇടപെടലാണ്. എന്തല്ല, വാപ്പ ചെയ്തതല്ല, അത് വാപ്പ ചെയ്തതല്ല, അല്ലാഹ് ചെയ്തതാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയും അല്ലാഹു ചില വാപ്പമാർക്കെങ്കിലും അവരുടെ മക്കളിലൂടെ പരീക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, അൽ അദബു അദബുല്ലാഹ് ലാ അദബുൽ ആബാഇ വൽ ഉമ്മഹാത്ത് വൽ ഖൈറു ഖൈറുല്ലാഹ് ലാ ഖൈറുൽ ആബാഇ വൽ ഉമ്മഹാത്ത്. ചില മക്കളെ കാണുമ്പോൾ പറയും നല്ല അദബുള്ള മക്കള്, നല്ല ഖൈറുള്ള വീട്ടുകാര്. ഇമാം മാലിക് എന്നവര് പറയാ അൽ അദബു അദബുല്ലാഹ്. മാലിക്കി മദ്ഹബിന്റെ ഇമാമാണിത്. മുസ്ലിം ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇൻ സഹ തഅബീർ സാഹിബുൽ മുവത്ത എന്ന കിതാബിന്റെ, അത് ഫിഖ്ഹും ഹദീസും ഉള്ള കിതാബ്, അതുകൊണ്ട് ഫിഖഹിന്റെ ഹദീസിന്റെ കിതാബായിട്ട് മാത്രം അറിയപ്പെടുന്നില്ല എന്ന് മാത്രം. സാഹിബുൽ മുവത്ത ഇമാമു ദാരിൽ ഹിജ്റ മദീന എന്ന പുണ്യ നബി തങ്ങൾ ഇഷ്ടപ്പെട്ട നാടിലെ ഏറ്റവും അറിയപ്പെടുന്ന ലോകമറിയപ്പെട്ട ആലിമ് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. 100ഓളം സ്വഹാബിമാരെ കണ്ട താബിഈയാണവര്. അൽ അദബു അദബുല്ലാഹ്, അച്ചടക്കം എന്നത് അല്ലാഹു നൽകുന്നതാണ്. വൽ ഖൈറു ഖൈറുല്ലാഹ്, ഖൈർ എന്ന് പറയുന്നത് അല്ലാഹ് നൽകുന്ന ഖൈറാൻ. പിന്നെ എന്തല്ല, ലാ അദബുൽ ആബാഇ വൽ ഉമ്മഹാത്ത്, ഉമ്മമാരോ വാപ്പമാരോ അദബ് പഠിപ്പിക്കുന്നതല്ല യഥാർത്ഥത്തിൽ അദബായി വരുന്നത്. അതതിന്റെ കാരണമാണ്. പക്ഷെ കൊടുക്കുന്നതാരാ? അല്ലാഹ്. വാപ്പ അദബ് കൊടുത്തു, ഉമ്മ കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ? ഉമ്മ മാതൃകയാണ്, വാപ്പ മാതൃകയാണ്. ഉമ്മയും വാപ്പയും അതിന്റെ കാരണക്കാരാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ കിട്ടിയത് ആരിൽ നിന്നാണ്? അല്ലാഹുവിൽ നിന്നാണ്. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില വിഷയങ്ങളെ മഹാന്മാര്, അതും തസൗഫിന്റെ ആലിമീങ്ങൾ, അവരാണ് ഈ ചർച്ചകളൊക്കെ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അൽ അദബു അദബുല്ലാഹ് ലാ അദബുൽ ആബാഇ വൽ ഉമ്മഹാത്ത്. അദബ് എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്നതാണ്, ഉമ്മയും വാപ്പയും നൽകുന്നതല്ല. വൽ ഖൈറു ഖൈറുല്ലാഹ് ലാ ഖൈറുൽ ആബാഇ വൽ ഉമ്മഹാത്ത്. ഖൈർ എന്ന് പറയുന്നത് അല്ലാഹ് നൽകുന്നതാണ്, ഉമ്മയും വാപ്പയും നൽകുന്നതല്ല. അവരതിൻ്റെ കാരണക്കാര് മാത്രമാണ്. കിട്ടുന്നത് ആരാ തരുന്നത്? അല്ലാഹുവാണ്. അതുകൊണ്ടാണ് ദുആ ഇറക്കാൻ പറഞ്ഞത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നീ ഓശാരമായി നൽകണമേ. ഹബ്ലന മിൻ അസ്വാജിനാ വദുർരിയാതിനാ, എൻ്റെ ഭാര്യയിൽ, പെണ്ണ് പറയുമ്പോൾ എൻ്റെ ഭർത്താവിൽ, വദുർരിയാതിനാ, നീ ഞങ്ങൾക്ക് നൽകിയ മക്കളിൽ അല്ലെങ്കിൽ നൽകാൻ പോകുന്ന മക്കളിൽ എന്ത് തരണം? ഖുർറത അയുനിൻ, കണ്ണിൻ്റെ കുളിർമ. കൺകുളിർമ എന്ന് പറഞ്ഞാൽ സന്തോഷം.
സന്തോഷം നൽകണേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം ശൈഖുൽ അംബിയ. ആദം നബി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ റസൂൽ ആരാണ്? നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാമാണ്. ആദം നബിൻ്റെ നൂഹ് നബിൻ്റെ ഇടയിൽ ഒരു നബിയുണ്ട്, ഇദ്രീസ്, നബിയുല്ലാഹി ഇദ്രീസ് അലൈഹിസ്സലാം. നബിയും റസൂലും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ പറയുമ്പോൾ ഒറ്റയ്ക്ക് നബിയും റസൂലൊക്കെ ഒന്ന് തന്നെ, പക്ഷെ അത് രണ്ടും രണ്ടായി പറയുന്ന ഘട്ടങ്ങളുണ്ട്. മുസ്ലിമും മുഅ്മിനും കേൾക്കുമ്പോൾ ഒന്ന് തന്നെ തോന്നും, പക്ഷെ രണ്ടും ഒരുമിച്ച് പറഞ്ഞ രണ്ടർത്ഥമുണ്ട് അവിടെ. അതുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അവിടെ വ്യത്യാസമുണ്ട്. അത് നമ്മൾ പല ക്ലാസ്സും ചർച്ച ചെയ്താണ്, നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. ഖാല യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. നൂഹ് നബിക്ക് 4 മക്കളാണ്: കൻആൻ, യാഫിത്ത്, ഹാഫിത്ത്, സാം. ഈ 4 മക്കളാണ്, 4 ആൺകുട്ടികളാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്. അതിൽ കൻആൻ കാഫിറായി മരിച്ചുപോയ മോനാണ്. കാഫിറായി മരിച്ചുപോയി. നബിയാണെങ്കിലോ 950 കൊല്ലം ദഅവത്ത് ചെയ്ത നബിയാണ്. മനുഷ്യ സമൂഹത്തിലെ ഏറ്റവും വലിയ ആയുസ്സിന്റെ ഉടമയാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. അള്ളാഹ് പറഞ്ഞ എന്താ മോനെ കുറിച്ച് പറഞ്ഞത്? ഖാല യാ നൂഹ്, നൂഹ് നബിയേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിങ്ങളുടെ വീട്ടുകാരനല്ല കേട്ടോ കൻആൻ. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. ചില ഒരു നാദിറായ റിവായത്തുണ്ട് ഇന്നഹു അമില ഗൈറ സാലിഹ്. അവിടെ പ്രബലമായ ഖിറാഅത്ത് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. ഖാല യാ നൂഹ്, നൂഹ് നബിയേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഈ കുട്ടി നിങ്ങളുടെ മോന് അല്ല, നിങ്ങളുടെ കുടുംബക്കാരനല്ല, നിങ്ങളുടെ ബന്ധുവല്ല, നിങ്ങളുടെ വീട്ടുകാരനുമല്ല. അങ്ങനെയോ? ഫിസിക്കൽ ഫാദറാണ്, ബയോളജിക്കൽ ഫാദറാണ്, പക്ഷേ ദീനിൽ സ്പിരിച്വലി മകനെന്ന് പറയാൻ പറ്റൂല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് നൂഹ് നബിയേ. മകൻ മോശപ്പെട്ട പ്രവൃത്തിയാണ്. ആരുടെ മോനായത്? നൂഹ് നബി അലൈഹിസ്സലാം. എന്തിനാണ് ചെയ്യുന്നറിയോ? വാപ്പ നന്നായാൽ അത് കാരണം മക്കള് നന്നാവണമെന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുള്ള വിഷയമല്ല. അള്ളാഹു തആല പരീക്ഷണത്തിന് ചില ആളുകൾ അങ്ങനെയും വിടാറുണ്ട്. പരീക്ഷണങ്ങൾ നടക്കും, അതിന് ക്ഷമിച്ചാൽ കൂലി വേറെ കിട്ടും, അത് വേറെ വിഷയം. പക്ഷേ അള്ളാഹുവിനൊന്നും നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കി തരാൻ. ഇദാ ത്വാബ അസ്ലുൽ മർഇ ത്വാബത് ഫുറൂഉഹു വമിൻ ആജബിൻ ജാഅത് യദു الشوك بالورد وقد يخبث الفرع الذي طاب أصله ليظهر صنع الله في العكس والطرد. എന്തേ അങ്ങനെ സംഭവിച്ചത്? മതിയോ? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അദാബ് കിട്ടിയ പെണ്ണപ്പെട്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. രണ്ട് പെണ്ണുങ്ങളെയാണ് അള്ളാഹു അവിശ്വാസികൾക്ക് ഉദാഹരണം പറഞ്ഞത്. മറ്റാരുമല്ല, 2 നബിമാരുടെ ഭാര്യമാർ. ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. ലൂത്ത് നബിയുടെ ഭാര്യ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ. അള്ളാഹുവിന്റെ പരീക്ഷണം സംഭവിച്ചു. അതന്നെ നൂഹ് നബിന്റെ ഭാര്യ നമീമത്ത് പറഞ്ഞിരുന്നു, ഏഷ്യനെ പറയാ, ഭർത്താവിനെ പറഞ്ഞ് കുറ്റം പറഞ്ഞു നടക്കുക. ലൂത്ത് നബിയുടെ ഭാര്യയാണെങ്കിലോ
ഹോമോസെക്ഷലുകൾ അവിടുത്തെ നാട്ടുകാർ. അപ്പം ലൂത്ത് നബിൻ്റെ അടുത്ത് ഏതെങ്കിലും അതിഥികൾ വന്നാൽ അപ്പോൾ പെണ്ണാണ് നാട്ടുകാർക്ക് മെസ്സേജ് കൊടുക്കുക, ഇതാ അവിടെ കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ തിന്മ ചെയ്യാൻ പിമ്പായി വർക്ക് ചെയ്തിരുന്ന പെണ്ണായിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യ. അവരുടെ സ്ഥലം ജോർഡാനിൻ്റെ അടുത്താണ്, ചാവുകടലിൻ്റെ ഭാഗത്താണ്, ഡെഡ് സീയുടെ തൊട്ടടുത്ത് ലൂത്ത് നബി താമസിച്ച സ്ഥലം. നൂഹ് നബി മെസപ്പൊട്ടേമിയ എന്ന് പറഞ്ഞാൽ ഇറാഖ്, നൂഹ് നബീൻ്റെ നാട് ഇറാഖാണ്. ഏതായിരുന്നാലും ഒരു നല്ല രസമുള്ള ഒരു കവിതയാണ്. അല്ലാമ ഖുതുബുദ്ദീനുൽ ഖസ്തല്ലാനി തങ്ങളുടെ കവിതയാണിത്. ബൈത്താണ് ഞാൻ ചൊല്ലിയത്. ഇമാം ഖസ്തല്ലാനി തങ്ങളുടെ ഇദാ ത്വാബ അസ്ലുൽ മർഇ ത്വാബത് ഫുറൂഉഹു. ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ നന്നായാൽ അതിൻ്റെ ശിഖരങ്ങൾ, കൊമ്പുകൾ നന്നാവും. വേരൂന്നിയാൽ നല്ല ചെടിയായിട്ട് വളരും. വാപ്പ നന്നായാൽ മക്കൾ നന്നാവും. വമിൻ ആജബിൻ, എന്നാൽ അത്ഭുതമാണ്, ജാഅത് യദുശൗകി ബിൽ വർദി. പൂവിൻ്റെ കൂടെ മുള്ള് വരുന്നത് അത്ഭുതമാണല്ലോ. നല്ല രസമുള്ള പൂവാണ്, വാസനിക്കാനും തൊട്ടു നോക്കാനും തോന്നുന്നുണ്ട്. പക്ഷെ തൊട്ട കയ്യിൽ എന്ത് ചെയ്യും? മുള്ളു കുത്തിപ്പോവും. അങ്ങനെ കാണുന്നില്ലേ? നല്ല ഉപ്പയാണ്, ഉമ്മയാണ്, പക്ഷെ അവർക്ക് താഴെ വരുന്ന മക്കള് മുള്ളുകളാണ്. അങ്ങനെ സംഭവിക്കും. എന്തിനാണത്? വഖദ് യഖ്ബുസുൽ ഫർഉൽ ലദീ ത്വാബ അസ്ലുഹു. നല്ല വാപ്പയാണ്, ഉമ്മയാണ്, എന്നാൽ അവരുടെ മക്കൾ മോശമായി പോകും. എന്തിനെന്നറിയോ? ലിയദ്ഹറ സുൻഉല്ലാഹി ഫിൽ അക്സി വത്തർദീ. അല്ലാഹു തആലാക്ക് ഇതെല്ലാം സാധ്യമാകുമെന്നും അല്ലാഹു പരീക്ഷണാർത്ഥം അവൻ്റെ സജ്ജനങ്ങളെ മക്കളിലൂടെ പരീക്ഷിക്കുന്നുണ്ട് എന്നും അല്ലാഹു പഠിപ്പിക്കുകയാണ്. നൂഹ് നബിയുടെ മകൻ കൻആൻ, ലൂത്ത് നബിയുടെ ഭാര്യയും നൂഹ് നബിയുടെ ഭാര്യയും അവര് മോശക്കാരായി മാറുന്നു. എന്നാൽ മോശക്കാരായ വാപ്പയിൽ നിന്ന് നല്ല മക്കളുണ്ടായില്ലേ? അബൂജഹലിൽ നിന്ന്, അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് പറയേണ്ടി വന്നു. അത്ര ദുൽമ ചെയ്ത ആളാണ് ഫിർഔനു ഹാദിഹിൽ ഉമ്മ. ആയിരക്കണക്കിന് ആളുകളെ ഈജിപ്തിൽ ചുട്ടുകൊന്ന മനുഷ്യനാണ് ഫിർഔൻ. റംസീസ് രണ്ടാമൻ, അവൻ്റെ ഡെഡ് ബോഡി മ്യൂസിയത്തിലുണ്ട്, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയത്തിൽ. പലരും കണ്ടിട്ടുണ്ടാവും, ഞാൻ കണ്ടിട്ടുണ്ട്. ലാലിമ, കണ്ട പച്ച പാവായി കിടക്കുന്നുണ്ട്. എന്തൊരു ലാലിമ! അന്നാറു യുറദൂന അലൈഹ ഉദുവൻ വഅശിയ അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. അങ്ങനത്തെ ഫിർഔൻ. അബൂജഹലിനെ കുറിച്ച് പറഞ്ഞു, ഇവൻ ഈ ഉമ്മത്തിന്റെ ഫിർഔനാണ്. അംർ ഇബ്നു ഹിഷാം ഖുറൈശിയാണ്. എന്ത് കാര്യം? അയാളുടെ വീട്ടിൽ നിന്നാണ് ഈമാനിന്റെ ചുണക്കുട്ടി വന്നത്. ആരെന്നറിയോ? ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. നോക്കണേ, ഇന്ന് നടക്കുന്നില്ല അങ്ങനെയൊക്കെ. വലിയ ദീനിനെ അത്രയും ആക്ഷേപിച്ച്, പരിഹസിച്ച്, ചീത്ത വിളിച്ച്, കൊലവിളി നടത്തി, നമ്മുടെ അസ്തിത്വവും നമ്മുടെ രാജ്യസ്നേഹവും ചോദ്യം ചെയ്ത് എന്ത് പറഞ്ഞാലും രാജ്യദ്രോഹി എന്ന് പറയും. അങ്ങനെ പറയുന്നവരുടെ ചുറ്റുവട്ടങ്ങളിൽ, അവരുടെ വീടിൻ്റെ ഉള്ളിൽ ഈമാൻ അള്ളാഹു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. മക്കൾക്ക് പേടിച്ചിട്ട് ചെയ്യാതിരുന്നൂടെ? പക്ഷെ അള്ളാഹു അവർക്കൊരു ധൈര്യം കൊടുക്കും. എന്തിനാ? അബൂജഹലിൻ്റെ വീട്ടിൽ നിന്നാണ് ഇക്രിമ തങ്ങൾ വന്നത് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബു അബാ, എൻ്റെ ഇക്രിമയുടെ വാപ്പയെ ചീത്ത പറയരുതേ. ആരാ ഇക്രിമന്റെ വാപ്പ? അബൂജഹലാണ്. ഫഇന്ന സബ്ബൽ മയ്യിതി, ഫഇന്ന സബ്ബൽ മയ്യിതി, മയ്യിത്തിനെ ചീത്ത പറഞ്ഞാൽ അത് ആ മയ്യിത്തിന് അറിയുന്നില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് വയുദിൽ ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയാസമുണ്ടാകും. തങ്ങൾക്കറിയാം, ഇക്രിമ തങ്ങൾ ഇപ്പോൾ കലിമ ചൊല്ലി മുസ്ലിം ആവാൻ പോകുന്നുണ്ട്. തങ്ങൾ അതേ പറഞ്ഞു കൊടുത്തു. എന്നാൽ അബൂജഹലിന്റെ മോനോടോ എൻ്റെ വാപ്പല്ലേ അങ്ങനെ ചെയ്ത്, റസൂലുള്ളാഹിനെ എങ്ങനെ ചെയ്തത് ഇതൊന്നും പറയാൻ നിൽക്കരുതേ, ഇക്രിമ മുഅ്മിനായി വരുന്നുണ്ട് എന്ന് ഹബീബായ നബി സൂചിപ്പിക്കുമായിരുന്നു. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. വലീദ് ബിൻ ഉഖബ, ബദറിൽ കൊല്ലപ്പെട്ട ഖുറൈശി നേതാക്കളുടെ നേതാവാണ് വലീദ്. വലീദിന്റെ വീട്ടിൽ നിന്നൊരു സ്വഹാബി വന്നില്ലേ? ആരാത്? ഖാലിദ് ബിനുൽ വലീദ്, സൈഫുല്ലാഹി എന്ന നബി തങ്ങൾ പേരിട്ട ദീനിന്റെ ചുണക്കുട്ടി ഖാലിദ് റളിയല്ലാഹു അൻഹു.
മുഅ്തയിലും യമാമയിലും ഖാദിസി അടക്കമുള്ള യുദ്ധങ്ങളിൽ ദീനിന് നേതൃത്വം കൊടുത്ത മഹാൻ ഖാലിദ് ബിൻ വലീദ് തങ്ങള്, അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ മുനാഫിക്കുകളുടെ നേതാവാണ്. അയാളുടെ വിഷയത്തിലാണ് വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അതിൽ അഹങ്കാരിയായ മനുഷ്യനുണ്ടാകുമെന്ന് നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പറയാൻ പാടില്ലാത്തത് മദീനയിൽ ഗോസിപ്പ് പറഞ്ഞു നടന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, കാഫിറുകളെ ശിക്ഷിച്ചതിൻ്റെയും താഴെ നരകത്തിൻ്റെ ഏറ്റവും വലിയ ചൂടിലാണ് മുനാഫിക്കുകൾ കിടക്കുന്നത്. ആ മുനാഫിക്കുകളുടെ നേതാവാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യ്. പേരല്ല പേര് അബ്ദുള്ള, പറഞ്ഞ എന്താ കാട്ടുന്നത്? ഉബയ്യ്, അബ്ദുല്ലാഹിബിൻ ഉബയ്യ്. ആ അബ്ദുല്ലാഹിബിൻ ഉബയ്യിന്റെ അതേ ചോരയിൽ ദീനിന്റെ ചുണക്കുട്ടിയുള്ള സ്വഹാബി അല്ലാഹു നൽകി. ആ സ്വഹാബിന്റെ പേരാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സലൂൽ. പാപ്പാന്റെ പേര് അബ്ദുള്ള, മോന്റെ പേര് അബ്ദുള്ള. മകൻ അബ്ദുള്ള സ്വഹാബിയാണ്, വാപ്പ അബ്ദുള്ള നരകത്തിന്റെ തട്ടിലാണ് എന്ന് ഖുർആൻ എത്ര തവണ പറഞ്ഞു? അങ്ങനെ സംഭവിക്കും. അല്ലാഹുവിന്റെ രീതികളാണ്, റബ്ബിന്റെ തർത്തീബുകളാണ്. എന്തിനെന്നറിയോ? നമ്മോട് ദ്വാരക്കാൻ വേണ്ടി പറയാം. ഫറോവയുടെ ഞാനാണ് പടച്ചതമ്പുരാൻ, ഞാനാണ് വലിയ ആള് എന്നല്ല പറഞ്ഞത്. അന റബ്ബുകുമുൽ അഅ്ലാ, നിങ്ങൾക്ക് പടച്ചോന്മാരുണ്ടെങ്കിൽ, ദൈവങ്ങളുണ്ടെങ്കിൽ, ഐ ആം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ദം, ഞാൻ അതിൽ ഏറ്റവും വലിയ തമ്പുരാനാണ് എന്ന് പറഞ്ഞ ഫറോവയുടെ കൂടെ ബെഡിൽ കഴിഞ്ഞ വിവാഹിതയായി ജീവിച്ച, ഭാര്യയായി ജീവിച്ച ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹാ. ആസിയ ബീവി മുഅ്മിനത്തല്ലേ? ഭർത്താവ് തോന്നിവാസിയായത് ആസിയ ബീവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പയാണ് ആസർ എന്ന് പറയും, അല്ല താറഖാണെന്ന് പറയും. അലാ കിൽത റിവായതൈൻ. ആസർ എന്ന മനുഷ്യൻ ബഹുദൈവ ആരാധന ചെയ്ത് ബിംബുണ്ടാക്കി വിറ്റ ആളാണ്. പക്ഷെ ഇബ്രാഹിം നബി നബിയല്ലേ, ഖലീലുർ റഹ്മാൻ. നോക്കണേ, വാപ്പ ബിംബം വെക്കുന്ന ആള്, മകനാണെങ്കിലോ അള്ളാന്റെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ ഹിക്മത്തുകളാണ്. വമിൻ ആജബിൻ ജാഅത യദു ശൗകി ബിൽ വലദി. ഇത് അത്ഭുതമാണ്. വാപ്പ നന്നാകുമ്പോൾ മക്കൾ മോശമാകുന്നവരുണ്ട്, വാപ്പമാര് മോശമാകുമ്പോൾ മക്കൾ നന്നാവുന്നവരുണ്ട്. എന്തേ കാരണം എന്നറിയോ? യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. അതിന് മുമ്പ് നമ്മുടെ പഴയ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ ദ്വാരക്കും പറയും, അല്ലാഹുവേ നിന്റെ റസൂലുള്ളാഹിന്റെ തൃക്കല്യാണത്തിന് നാളെ കൂട്ടിത്തരയണമേ. എന്താണ് സംഭവം മനസ്സിലാക്കണേ? തൃക്കല്യാണം എന്ന് പറഞ്ഞത് നാളത്തെ റസൂലുള്ളാഹിന്റെ തൃക്കല്യാണത്തിന് ഞങ്ങളെ കൂട്ടിത്തരയണമേ. ഇപ്പൊ അങ്ങനെ ദ്വാരക്കാറില്ല, അല്ലെ കേൾക്കാറില്ല, കുറവാണ്. പഴയ ഉസ്താദുമാർ അങ്ങനെ ദ്വാരക്കല്, റസൂലുള്ളാഹിന്റെ തൃക്കല്യാണത്തിന് കൂട്ടിത്തരയണമേ. തിരുകല്യാണം എന്താ അതിനർത്ഥം എന്നറിയോ? ഈ ആസിയ ബീവി, ഫറോവക്ക് മക്കളുണ്ടായിട്ടില്ല ആസിയ ബീവിയിൽ. ആസിയ ബീവിയെ റസൂലുള്ളാഹി തങ്ങൾ വിവാഹം ചെയ്യുമെന്ന് ഹദീസുണ്ട്. സ്വർഗത്തിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ ആസിയ ബീവിയെ വിവാഹം ചെയ്യുന്ന ആ തിരുകല്യാണത്തിന് പോകാനുള്ള തൗഫീക്ക് തരണേ പടച്ചോനെ എന്നാണ് ആ പറഞ്ഞ ദുആന്റെ അർത്ഥം. റസൂലുള്ളാഹിന്റെ തൃക്കല്യാണത്തിന് കൂട്ടിത്തരയണമേ എന്ന് പറഞ്ഞാൽ തിരുകല്യാണം, ആ ബഹുമാനപ്പെട്ട വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കും. തങ്ങൾ ആസിയ ബീവി വിവാഹം ചെയ്യുമെന്നാണ് ആസിയ ബിൻതു മുസാഹിം റളിയല്ലാഹു അൻഹ. ഫറോവന്റെ ദുൽമ കൊണ്ട് ശരീരത്തിലാകമാനം ചുട്ടുപഴുത്ത കുന്തം കൊണ്ട് കുത്തി ഇറക്കി മുറിവുകളാക്കി ചോര ചിന്തി മരിച്ച മഹദിയാണ് ആസിയ റളിയല്ലാഹു അൻഹ. അപ്പോൾ മഹദി പറഞ്ഞു, റബ്ബേ ഫറോവയുടെ കൊട്ടാരമാണിത്, എനിക്കിതൊന്നും വേണ്ട, നാളെ നിന്റെ അരികത്ത് എനിക്കൊരു വീട് വേണം. സഅലത്തിൽ ജിവാറ ഖബല ദാർ, വീട് വേണം സ്വർഗത്തിൽ, അത് നിന്റെ അടുത്ത്. അങ്ങനെയല്ല, നിന്റെ അടുത്ത് ഒരു വീട്. ആദ്യം അള്ളാനെയാ ചോദിച്ചത്, കുറച്ചോനെ നിന്റെ അടുത്തേക്ക് എനിക്ക് എത്തണം, അവിടെ ഒരു വീട്. സഅലത്തിൽ ജാർ ഖബല ദാർ, അതാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ആ ബീവിയെ നബി തങ്ങൾ കല്യാണം കഴിക്കുന്നതാണ്, സ്വഹീഹായ ഹദീസാണ്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. അല്ലാഹു തആല മയ്യിത്തിൽ നിന്ന് ജീവനെ കൊണ്ടുവരുന്നവനാണ്, ജീവനിൽ നിന്ന് മയ്യിത്തിനെയും അല്ലാഹുവിനെ കൊണ്ടുവരാൻ കഴിയും. അതിന് തഫ്സീർ കൊടുത്തെന്താണെന്നറിയോ? ഐ അൽ മുഅ്മിന മിനൽ കാഫിർ, പടച്ചവനില്ല എന്ന് നിഷേധിക്കുന്ന ആളിൽ നിന്ന് വിശ്വാസിയായ മുഅ്മിന് വരാനും അല്ലാഹു കഴിയും. വൽ കാഫിറ മിനൽ മുഅ്മിൻ, നല്ല വാപ്പയാണ് മക്കൾ നിരീശ്വരവാദിയായി എന്ന് വരും, അങ്ങനെയും സംഭവിക്കും. ജീവനുള്ളതെന്ന് മയ്യിത്ത് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് മുഅ്മിൻ, മയ്യിത്ത് പടച്ചവനെ നിഷേധിക്കുന്നവർ, ദൈവത്തെ നിഷേധിക്കുന്നവർ. മയ്യത്തിൽ നിന്നും ജീവൻ, കുഫറിൽ നിന്ന് ഈമാൻ,
ഇതിങ്ങനെ അർത്ഥം അതിന് മുഅ്മിൻ എന്ന് പറയുന്നത് അബ്ദുൻ ഹയ്യുൽ ഫുആദ്, മനസ്സ് ജീവിച്ചിരിക്കുന്ന ആളാണ് വിശ്വാസി. കാഫിർ എന്ന് പറഞ്ഞാൽ, അവിശ്വാസി എന്ന് പറയുന്നത് മയ്യിത്തുൽ ഫുആദ്, പടച്ചവനില്ല, ഈ കണ്ടു കാണുന്ന ലോകത്തെ സൃഷ്ടിച്ച ആളില്ല, ഇത് വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുന്ന ആൾ മയ്യിത്തുൽ ഫുആദ്, മനസ്സ് മരിച്ചവരാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. എത്രയോ അങ്ങനെ ഉണ്ടാവും. അപ്പാരുമാരൊന്നും മുസ്ലിമായിട്ടുണ്ടാവില്ല, മക്കൾ മുസ്ലിമായിട്ടുണ്ടാവും. ഉമ്മയും വാപ്പയും മുസ്ലിമാൻ, മക്കൾ നിസ്കാരമില്ല, ഒന്നുമില്ല, ഏതോ ജാതിയായിട്ട് നടക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്നില്ലേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക് നബി തങ്ങൾ കടന്നു വന്നപ്പോൾ, നബി തങ്ങളുടെ ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് നബി തങ്ങൾ കടന്നു വന്നപ്പോൾ ഫഇദാ ഹുവ ബിംറഅത്തിൻ ഹസനത്തിൽ ഹൈആ, നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ ആ വീട്ടിലുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ത്രീ. അല്ലാമ ഇബ്നു സഅദ് അവരുടെ തബഖാത്തുൽ കുബ്രയിൽ ഈ ചരിത്രം ഉദ്ധരിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, മൻ ഹാദിഹി, ഇവരാരാ? നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അത്ര അടുത്ത ആൾക്കാരല്ലേ അവിടെ ഉണ്ടാവുള്ളൂ, പക്ഷെ തങ്ങൾക്ക് അവരറിയില്ല. മൻ ഹാദിഹി, ഈ മുഖഭംഗിയുള്ള നല്ല സൗന്ദര്യമുള്ള ഈ പെണ്ണ് ആരാണ്? അവര് പറഞ്ഞു, ഇഹ്ദാ ഖാലാതിക്, നബിയേ അങ്ങയുടെ ഉമ്മയുടെ കുടുംബക്കാരിയാണ്, അങ്ങയുടെ ഉമ്മയുടെ സഹോദരിയാണ്. എൻ്റെ ഉമ്മന്റെ സഹോദരിയോ? അവരൊക്കെ വലിയ ബനു സഖീഫ്, വലിയ ഗോത്രക്കാരല്ലേ. തങ്ങൾ പറഞ്ഞു, ഇന്ന ഖാലാതി ബിഹാദിഹിൽ അർദി ലഗറായിബ് വഅയ്യു ഖാലാതി ഹാദിഹി, എൻ്റെ ഉമ്മയുടെ സഹോദരിമാർ, എൻ്റെ ഉമ്മയുടെ കുടുംബക്കാർ ഈ നാട്ടിൽ ഒരുപാടുണ്ട്, എനിക്ക് പോലും അറിയില്ല, ഇതാരാണ് എന്ന് പറഞ്ഞു തരൂ. അപ്പൊ അവര് പറഞ്ഞു, ഇത് ഖാലിദ ബിൻതുൽ അസ്വദ് ബിൻ അബ്ദ് യഗൂസ്. അസ്വദ് ബിൻ അബ്ദ് യഗൂസ് എന്ന അന്നത്തെ കൊടിയ കാഫിറായ മനുഷ്യന്റെ മോള് ഖാലിദയാണ്. ഖാലിദ് ആൺകുട്ടിക്ക് പേരിടും, ഖാലിദ പെൺകുട്ടിക്ക്. ഖാലിദ ബിൻതു അൽ അസ്വദ് ബിൻ അബ്ദ് യഗൂസ്. അപ്പൊ മനസ്സിലായി ഉമ്മാന്റെ കുടുംബമാണ്. റസൂലുള്ളാഹിന്റെ ഇളാമയായിട്ട് വരും. റസൂലുള്ളാഹി തങ്ങളുടെ ഇളയമ്മയാണ്. ഇളാമെന്ന് എളീമ, നിങ്ങൾ എങ്ങനെ പറയല്? ഉമ്മാന്റെ അനിയത്തിക്ക് എന്താ പറയാ? എളീമ, ഇളാമ. ഇളാമയാണ്. ഖാല, ഖാല, ഖാല എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സിസ്റ്റേഴ്സിനാണ് ഖാല എന്ന് പറയാം. വാപ്പയുടെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ അമ്മ എന്ന് പറയും. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലദീ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, അല്ലാഹുവേ നീ എന്തൊരു പരിശുദ്ധനാണ് റബ്ബേ, മയ്യിത്തിൽ നിന്ന് ജീവനെ കൊണ്ടുവരുന്നവനാണല്ലോ നീയേ. പറയാൻ കാരണം അസ്വദ് ബിൻ അബ്ദ് യഗൂസിന്റെ മോളല്ലേ. അസ്വദ് ബിൻ അബ്ദ് യഗൂസ് ആണെങ്കിലോ മുടിയ കാഫിറാൻ. അതിൽ നിന്ന് സ്വഹാബിയത്തായ വലിയൊരു മഹദിയാണ് ഖാലിദ ബിൻതുൽ അസ്വദ് ബിൻ അബ്ദ് യഗൂസ്. ആ വാപ്പാക്കൊരു സ്വഹാബിയത്തായ മുഅ്മിനത്തായ മോളെ നീ കൊടുത്തല്ലേ എൻ്റെ എളാമയെ. അതുകൊണ്ട് റബ്ബേ, ജീവൻ ഇല്ലാത്തതിൽ നിന്ന് നീ ജീവൻ കൊടുക്കുന്നവനാണല്ലോ. അതൊരു മെറ്റഫറാണ്. എന്തല്ല, ഒരു അതിൻ്റെ പച്ചയായ അർത്ഥത്തിലല്ല. അത് ജീവൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം, ജീവനില്ലാത്തത് വിശ്വാസമില്ലായ്മ. അസ്വദ് ബിൻ അബ്ദ് യഗൂസ് എന്ന കുഫറിൽ നിന്ന് ഖാലിദ എന്ന് പറയുന്ന മുഅ്മിനത്തിനെ നീ കൊടുത്തല്ലേ റബ്ബേ. സുബ്ഹാനല്ലാഹ് അല്ലദീ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വകാനത് ഇംറഅതൻ സ്വാലിഹ. ഈ സുന്ദരിയായ നബിയുടെ അമ്മായി, നബി തങ്ങളുടെ എളാമ നല്ല സ്വാലിഹത്തായ മഹദിയായിരുന്നു. വകാന അബൂഹാ കാഫിറ, അവിടെ വാപ്പ കാഫിറത്തായിരുന്നു. അതുമല്ല, അബൂ സുഫിയാൻ, പിന്നെ അവർ മുസ്ലിമായി. പിന്നീട് അവസാന കാലത്തെ മുസ്ലിമാണ്. ആദ്യം മുതൽ വാപ്പ കൊടിയ മുശ്രിക്കാണ്. മോള് റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ആര്? ഉമ്മു ഹബീബ റംല ബീവി റളിയല്ലാഹു അൻഹാ. ഭയങ്കര അത്ഭുതമാണ്. ആലോചിച്ച് നോക്കിയാൽ അത്ഭുതം തോന്നും. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. സ്വാലിഹീങ്ങളായ അടിമകൾക്ക് അല്ലാഹു നൽകുന്ന മഹത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാലിഹീങ്ങളായ ആളുകളുടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല മനസ്സമാധാനം ആ നാട്ടിൽ അല്ലാഹു ഉണ്ടാക്കുമെന്നും സർവ്വ മനുഷ്യരും സജ്ജനങ്ങളെ വഴിപ്പെടുന്ന അവസ്ഥ വരുമെന്നും വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. സൂറത്തുൻ നൂർ, സൂറത്തുൻ നൂറിലെ 55-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
55 وعد الله الذين آمنوا منكم وعد الله الذين آمنوا منكم 55 وعد الله الذين آمنوا منكم وعملوا الصالحات سورة النور 55 ആയത്താണ് നീണ്ട ആയത്താണ് وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون وعد الله അല്ലാഹു നിങ്ങളോട് കരാർ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ വാക്ക് അല്ലാഹു പൊളിക്കൂല. വഅദ അല്ലാഹ് അല്ലദീന ആമനൂ മിൻകും നിങ്ങളിൽ ആരൊക്കെയാണോ അല്ലാഹുവിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചത്. അല്ലാഹ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി മിണ്ടാണ്ടിരിക്കലല്ല ഈമാൻ. അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ ഓരോ അനക്കത്തിലും അടക്കത്തിലും അല്ലാഹു ഇടപെടുന്നുണ്ട്. അപ്പോഴേ ഈമാൻ ശരിയാവുള്ളൂ. ഈ ചൂട് അല്ലാഹുവിൻ്റെ ഒരു തർത്തീബാണ്. നമ്മളോട് ഇരിക്കുന്നത് അള്ളാഹിൻ്റെ ഒരു തർത്തീബാണ്. നമുക്ക് വരാൻ പറ്റിയത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. എല്ലാറ്റിലും വഅദല്ലാഹ് അല്ലാഹു കരാർ ചെയ്യുന്നു, വാക്ക് തരുന്നു. വഅമിലുസ്സാലിഹാത്തി നിങ്ങളിൽ ഈമാനും സൽക്കർമ്മവും ഉള്ളവർക്ക് എന്താണ് കരാറെന്നറിയുമോ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് ഭൂമിയിൽ അല്ലാഹു അവൻ്റെ പ്രതിനിധിയായി ഈ മുഅ്മിനീങ്ങളെ ഏൽപ്പിക്കും. അവരെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കും. എല്ലാവരും ഖലീഫമാരാവും എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ഖിലാഫത്തുൻ ആമ്മ ഒരു മുദർരിസിന് മുതഅല്ലിമീങ്ങൾ കിട്ടുന്നത് അതൊരു ഇസ്തിഖ്ലാഫാണ്. മഹല്ല് ഭാരവാഹികൾ ഒരു മഹല്ലത്ത് ഏറ്റെടുക്കുന്നത് അതൊരു ഖിലാഫത്താണ്. ഭാഷയിലും ഈ ആയത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിങ്ങളൊരു സംഘടനയുടെ നേതാവാണ്, നിങ്ങൾ അല്ലാഹു ഇസ്തിഖ്ലാഫ് ചെയ്തു എന്നാ പറയാം. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം റബ്ബ് നൽകുക, ഖിലാഫത്ത് നൽകുകയാണെന്നാണ്. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم അല്ലാഹു നിങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്നും നിങ്ങൾക്ക് അല്ലാഹു തൃപ്തിപ്പെട്ട് നൽകിയ ഇസ്ലാം അത് കൃത്യമായും അനുസരിച്ച് കൊണ്ടു നടക്കാൻ, നിസ്കരിക്കാൻ നിങ്ങളുടെ മസ്ജിദുകളും നിങ്ങളുടെ സംവിധാനങ്ങളും ആരും തടസ്സപ്പെടുത്താതെ നിങ്ങൾക്ക് അല്ലാഹു സൗകര്യം ചെയ്തു തരും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ നിങ്ങളുടെ മനസ്സുകളിൽ പേടിയുണ്ടായിരുന്നതിന് ശേഷം അല്ലാഹു നിങ്ങൾക്ക് സമാധാനം തരുമെന്നും അല്ലാഹു വാക്ക് നൽകിയിരിക്കുകയാണ് നിങ്ങൾക്ക്. അതാണ് ഇപ്പോൾ നടന്നത്. ഇനി നടക്കേണ്ടതും അതാണ്. അല്ലാഹു അങ്ങനെ തന്നെ സമാധാനത്തിലാക്കി തരട്ടെ നമ്മുടെ നാടിനെ. അല്ലാഹു നിങ്ങൾക്ക് പേടിയുടെ ശേഷം പറഞ്ഞാൽ പേടി വരുന്നതിൻ്റെ അർത്ഥം പക്ഷെ പേടിച്ചില്ലേ എന്താവുന്ന് അല്ലാഹു നിങ്ങൾക്ക് സമാധാനം തരും. അല്ലാഹുവിൻ്റെ കരാറാണ്. മനുഷ്യൻ്റെ മനസ്സ് അല്ല മറിക്കണ്ടേ? എപ്പോഴേ ഇത് അവിടെ മറിയണമെങ്കിൽ മനസ്സ് മറിയണം, മനസ്സ് മറിയണമെങ്കിൽ അവിടെ നിന്ന് ഇടപെടണം. അല്ലാതെ പ്രചരണം പൊടി പിടിച്ചിട്ടുണ്ടൊന്നും കാര്യമില്ല. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള് വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഇത് നിലനിർത്തണമെങ്കിൽ എന്താ വേണ്ടതെന്നറിയോ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. അവർ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി മാറണം. അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളോ അല്ലാഹുവിൻ്റെ സിഫത്തുകളോ ഒരു പടപ്പിനും അല്ലാഹു നൽകുന്നില്ല, ഒരു മലക്കായ മുഖറബിനും അല്ലാഹു നൽകുന്നില്ല, ഒരു മുർസലായ നബിക്ക് പോലും അല്ലാഹു നൽകുന്നില്ല. അല്ലാഹു അഹദാണ്, സ്വമദാണ്, ഫറദാണ്, ലം യലിദ് വലം യൂലദ്. ആ റബ്ബിൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും. ആ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. വമൻ കഫറ ബഅദ ദാലിക് ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ.
അള്ളാഹു നിങ്ങൾക്ക് സമാധാനം നൽകിയതിന് ശേഷം നിങ്ങൾ കുഫറിൻ്റെ വഴികളിലേക്ക് പോകരുതേ. അങ്ങനെ ആയാൽ നിങ്ങളെ ഫാസിഖീങ്ങളാണെന്ന് അള്ളാഹു കണക്കാക്കുക. ഫാസിഖീങ്ങളുടെ തൗലിയ, അവരുടെ തവല്ലി, അവരുടെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല. വഹുവ യതവല്ല സ്വാലിഹീൻ, അള്ളാഹു സ്വാലിഹീങ്ങളെയാണ് ഏറ്റെടുത്തത്. സജ്ജനങ്ങളുടെ കാലഘട്ടങ്ങളിൽ സമാധാനം ഉണ്ടാവും. നമുക്ക് പല ഉദാഹരണങ്ങളുണ്ടായിരിക്കാം. നമ്മൾ കിതാബിലെ ഉദാഹരണം എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സ്വാലിഹായ അല്ലാഹുവിൻ്റെ അടിമക്ക് ഉദാഹരണമാണ്. മൂസ ഇബ്നു അയ്യുൻ റായി, ആടുകളെ മേച്ചു നടന്നിരുന്ന മൂസ ഇബ്നു അയ്യുൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അന്ന് പറയുന്നുണ്ട്, ആടുകളും വൽ ഉസ്ദു, സിംഹങ്ങളും വൽ വഹ്ഷു, കാട്ടിലെ വൈൽഡ് അനിമൽസ് എല്ലാം തർആ ഫീ ഖിലാഫത്തി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഫീ മൗളിഇൻ വാഹിദ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഷാമിൽ ഭരണം നടത്തുമ്പോൾ മഹാനവറുകളുടെ കാലത്ത് ആടും പശുക്കളും ഒട്ടകങ്ങളും പിന്നെ ടൈഗറും ഇതൊക്കെ മേഞ്ഞു നടന്ന് ഒരിടത്ത് മേഞ്ഞു നടക്കും. ആരും അറ്റാക്ക് ചെയ്യൂല, ആരും ആരെയും പിടിച്ചു തിന്നൂല. അത്ര വലിയ സമാധാനം ഉണ്ടായിരുന്നു. അള്ളാഹിൻ്റെ വലിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. ഭരണാധികാരിയാണ്, 2.5 കൊല്ലം ഭരിച്ചിട്ടുള്ളൂ. അള്ളാഹുവിൻ്റെ വലിയാണ്, സാഹിദാൻ, ആദ്യ നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാൻ, ബിജുമാഇൽ ഉലമ, 1-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ ഭരണാധികാരി. അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വേള നമ്മൾ പറഞ്ഞിരുന്നു. 2.5 വർഷം 25 കൊല്ലത്തിൻ്റെ മേന്മയുള്ള 2.5 വർഷം എന്നൊരു ശീർഷകത്തിൽ, അത് അങ്ങനത്തെ ആ ഒരു അർത്ഥത്തിലുള്ളൊരു ശീർഷകത്തിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ വല്ലാത്ത മഹാനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസമുണ്ട്, ഒരു ചെന്നായ ഒരു ആടിന് ഒരൊറ്റക്കടി, ആടിനെ കടിച്ചു. മൂസ ഇബ്നു അയ്യുൻ തങ്ങൾ പറയാണ്, ഫഖുൽതു, അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു. സംഭവം നടക്കുന്നത് ഇറാഖിലാണ്, ഇറാഖിന്റെ തുർക്കി ബോർഡർ ഭാഗത്ത്. അവിടെയാണ് മൂസ ഇബ്നു അയ്യുൻ തങ്ങൾ ഉള്ളത്. ഇമാം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭരണകൂടം സിറിയയിലാണ്, ഷാമിലാണ്. ഒരു ചെന്നായയുടെ അറ്റാക്ക് ചെയ്തു ആടിനെ. അത്രയും സമാധാനത്തിൽ ജീവിക്കുന്ന കാലം, സകാത്ത് വാങ്ങിക്കാൻ മിസ്കിന്മാരില്ലാത്ത കാലമായിരുന്നു അത്. അത്രയും നിഅമത്ത് അല്ലാഹു നൽകി നാടിലൊന്നാകെ. അത്ര വലിയ നീതിമാനായിരുന്നു. അങ്ങനെ ഒരാടിൻ്റെ മേലൊരു ചെന്നായ അങ്ങോട്ട് ചാടിയപ്പോ ഞാൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചവനെ, ഇതൊരു മുസീബത്താണ്. ഒരാൾ മരിച്ചു പോകുമ്പോഴത് പറയാ, കാര്യമായ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫഹസിബ്നാ, അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും അന്വേഷിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഞങ്ങൾക്ക് ഓക്കെ തന്നെയല്ലേ, സുഖം തന്നെയല്ലേ? അദ്ദേഹം വിഷം അകത്ത് കടന്ന് വഫാത്തായ ഷഹീദ് കൂടിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. ഫവജദ്നാഹു ഖദ് മാത ഫീ തിൽക്കൽ ലൈല, ഞങ്ങൾ എന്നാണോ ഇന്നാ ലില്ലാഹി ചൊല്ലിയത് അതേ വൈകുന്നേരമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ വഫാത്തായത് ഷാമില്. അന്ന് പത്രമൊന്നുമില്ല, ന്യൂസൊന്നും വരില്ലല്ലോ. കുറെ കാലം കഴിഞ്ഞിട്ട് ഈ ന്യൂസ് കിട്ടുക. കണക്കൂട്ടി നോക്കുമ്പോഴേ ഈ ചെന്നായ അറ്റാക്ക് ചെയ്ത് നടന്ന സംഭവം നടക്കുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അന്ന് ഷാമിൽ വഫാത്തായപ്പോഴാണ്. അപ്പം ആ ഒരു സ്വാലിഹായ അബ്ദ് പോയി, ആ സംരക്ഷണം അല്ലാഹു ലിഫ്റ്റ് ചെയ്തു. ഇങ്ങനെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അതിലും വലിയൊരു അത്ഭുതമുണ്ട്. അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റഹ്മഹുല്ലാഹ്, അദ്ദേഹം സുഫിയാക്കിൽ അറിയപ്പെടുന്ന മഹാനാണ്. അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ്, സഅൽതു റബ്ബി 3 ലയാലിൻ അൻ യുരിയനി റഫീഖി ഫിൽ ജന്നഹ്. ഇതൊരു കൗതുകമുള്ള സംഭവമാണ്. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിട്ടിരിക്കുക. ഉറക്കില്ലവരൊക്കെ ഒന്ന് ഉറക്ക് പോയിക്കോട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. عبد الواحد بن زيد رحمة الله عليه മൂന്ന് ദിവസം ഒരു ദുആ ചെയ്തു. വല്ലാത്ത ദുആ. ഞാൻ ആലോചിക്കുന്നത് ബക്കറ്റും തിരുവൊന്നും ഇല്ല ഇവിടെ. ബിസ്മില്ലാ കൂലിംഗ് ഒക്കെ കിട്ടും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അപ്പോഴേ എൻ്റെ അടുത്തുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. നമ്മുടെ പരിപാടിയുടെ ചെലവിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്യുക. നിങ്ങളെ കൊണ്ട് കഴിയാത്തതല്ല, അങ്ങനെ കഴിയുന്ന ഒരു നല്ല സഹായം. 2 ഷർത്താണ്. നല്ലത്, കഴിയണത്. അടുത്തുള്ളവൻ്റെ പോക്കറ്റ് നിർത്തുന്ന കൊടുക്കണ്ട, നിങ്ങളെ കൂടെ പറ്റുന്നത് ചെയ്താൽ മതി. പിന്നെ നല്ല ചിലവുണ്ടാവും. ഈ മൈക്കും സെറ്റും ചെയറും കാര്യങ്ങളൊക്കെ ഒരുക്കി ഇതിൻ്റെ വാടക തന്നെ നല്ലൊരു സംഖ്യ ചിലവാണ്. അപ്പോൾ നമ്മുടെ ഇഹ്യാ സുന്നയുടെ കുട്ടികൾക്ക് അതൊരു ഭാരമായി വരരുത്. എല്ലാവരും ഒന്ന് സഹകരിക്കണം. നമ്മുടെ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് നൽകാൻ കഴിയുന്ന വല്ല ആഭരണങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ സമ്മതമുണ്ടെങ്കിൽ സമാധാനത്തിൽ സന്തോഷത്തിൽ കൊടുത്തേക്ക്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മെയ് മാസത്തിലൊക്കെ വേദുണ്ടെങ്കിൽ ഇനി വല്ല AC ഉള്ള ഓഡിറ്റോറിയത്തൊക്കെ മാറ്റേണ്ടി വരും. പുറത്ത് ഔട്ട്ഡോർ പറ്റുന്നില്ല അല്ലേ? യാ അള്ളാഹ്. നിങ്ങൾക്ക് ചൂടെടുക്കണ്ട? നിങ്ങൾ കൂളായിട്ടിരിക്കണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാൻ വിചാരിച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ സദസ്സ് മൊത്തം കാര്യമാവുമെന്ന്. കാരണം ചൂടത്തിൽ എങ്ങനെ നിങ്ങൾ ഇരിക്കുന്ന എനിക്കറിയുന്നില്ല. നിങ്ങൾ പോയിക്കോളിട്ടോ, ഞാൻ പറയണേ, സമാധാനത്തിൽ പറയണം. ഒരു വിഷമം എനിക്ക് തോന്നൂല. കാരണം ഈ ചൂടത്ത് എങ്ങനെ ഇരിക്കുക പറയുമ്പോൾ രാത്രിയാണ്, പക്ഷെ ചുട്ടു പുകയുന്നുണ്ട്. അല്ലാഹ് യാ അല്ലാഹ്. എവിടെ ദുബൈയിലും ഇങ്ങനെ തന്നെ. അവിടെ ഇപ്പോൾ 40 ഡിഗ്രിയൊക്കെ ആയി. ഇവിടെ ഇതേപോലെ തന്നെ. കുറച്ച് കഴിഞ്ഞാൽ മഴ കിട്ടുമെന്നൊക്കെ. അവിടെ പിന്നെ മഴയൊന്നും വരാനില്ല, ചൂടന്നെ. പക്ഷെ അവിടെ ഇപ്പോൾ എയർ കണ്ടീഷൻ എല്ലാ സ്കൂളിലും മദ്രസയിലും കോളേജിലും മാളിലും ഷോപ്പിലും ഒക്കെ AC ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ AC ഒക്കെ വെക്കും. സ്വിച്ച് ഇടാൻ വിടൂല, ഓണാക്കാൻ വിടൂല. അത് കറണ്ട് ചിലവാ, അത് ബില്ല് വരും. എന്തിനാണ് വെക്കേണ്ട കാര്യം? ആ ബില്ല് കൊടുക്കണം. ബില്ല് കൊടുക്കാൻ പറ്റുന്നവരല്ലേ AC ഒക്കെ സംഭാവന ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിസ്കാരം ഞാൻ അപ്പോൾ ഓഫാക്കി ഓടുക. ഈ ചൂട് കാലത്തല്ല എപ്പോഴും അതൊക്കെ ഇടുക. നാട്ടിലത്തെ പഴയ ചൂടല്ലല്ലോ, ചൂട് കൂടിയില്ലേ? പഴയ പോലല്ല. മുമ്പ് AC-യും ഫാനും ഒന്നും വേണ്ടായിരുന്നു. ഇപ്പോൾ ഗ്ലോബൽ വാർമിങ് നടക്കുകയാണ്, ആഗോള താപനം, എല്ലായിടത്തും ചൂടാണ്. അപ്പം അത് ഉപയോഗിക്കാം. അത് വലിയ റഫാഹിയത്തും ആഡംബരമൊന്നും അല്ല, ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? പണ്ടൊക്കെ ഇങ്ങനെ AC തുടങ്ങിയ കാലത്ത്, കാറിലൊന്നും AC ഇല്ലാത്ത കാലത്തൊരു അവർ വിറ്റുണ്ടായിരുന്നു. ഒരു ചെറിയ മാരുതി 800-ൽ ഭാര്യയും ഭർത്താവും അങ്ങാടി കൂടെ പോവുക. അപ്പം നല്ല ചൂട്. മെയ് മാസത്തിൽ നട്ടുച്ചക്കാണ് പോകുന്നത്. അപ്പോൾ പെണ്ണ് പറഞ്ഞോലൂ, നിങ്ങൾ ആ ഗ്ലാസ്സൊക്കെ ഒന്ന് പൊക്കി. എന്തിനാ പെണ്ണെ, കാറ്റ് കൊള്ളാൻ നമ്മൾ ബന്ധു പോലെ ഇതിൻ്റെ ഉള്ളിൽ. അല്ല, നാട്ടുകാർ വിചാരിച്ചോട്ടെ ഇതിൻ്റെ ഉള്ളിൽ AC ഉണ്ടെന്ന്. അപ്പം അങ്ങാടി കൂടെ പോകുന്നത്. അപ്പോൾ ആ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നല്ല. ഇപ്പം ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട സമയമാണ്. അപ്പോൾ പിശുക്കിയിട്ട് കാര്യമില്ല. പള്ളികളിലൊക്കെ ഒരുപാട് പള്ളിയിൽ AC വെച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അനുഭവിക്കാല്ല, തോപ്പിക്കില്ല എന്ന് പറയല്ല. അപ്പം എന്താ ചെയ്യലേ? അത് അന്നത്തെ ആ കമ്മിറ്റിക്കാരും ആ നാട്ടുകാരും മഹല്ലേരും തീരുമാനിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇടപെടേണ്ട കാര്യമല്ല. എന്നാലും പറയാം, അതൊക്കെ സാധിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? മുഅ്മിനീങ്ങൾക്ക് ഇബാദത്തിന് വരുന്നവരല്ലേ ഒന്ന് ഇരുന്ന് ഖുർആൻ ഓതാനും സമാധാനത്തിൽ നിസ്കരിക്കാനൊക്കെ പറ്റൂലേ? മറ്റേത് വിയർത്ത് ദുർഗന്ധം ഓരോ വക്തിനും കുപ്പായം മാറ്റാൻ പറ്റുമോ? അൽഹംദുലില്ലാഹ്. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയാണ്, താബിഈയാണ്, ഞാൻ 3 ദിവസമായിട്ട് ദുആ ചെയ്തു, പടച്ചോനെ ആരാണ് സ്വർഗത്തിലെ എൻ്റെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ എനിക്ക് നീ നൽകുന്ന ഭാര്യ, അതാരാണെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരണേ. അപ്പം ഇത് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചിട്ടുണ്ടോ, സഹാബികൾ ചെയ്തിട്ടുണ്ടോ ഒന്നും ചോദിക്കാൻ വരണ്ട. എന്തേ? മുഅ്മിനീങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ അള്ളാഹു നൽകുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ തൊട്ടിനും പിടിച്ചിനൊക്കെ നബി ചെയ്തോ സ്വഹാബത്ത് ചെയ്തോ എന്ന് ചോദിച്ചു വരണ്ടെന്ന് പറയാൻ കാരണം, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാൻ പാടില്ല. അല്ലാതെ ഒഴിച്ചിട്ട വിഷയങ്ങളിൽ ദുആവും ദിക്റൊക്കെ അങ്ങനെയാണ്.
അതാ പള്ളിൻ്റെ നിസ്കാരം കഴിഞ്ഞ ഇമാമ് ദ്വാരക്കും, അപ്പം നബി ദ്വാരന്നിക്കണോ? ജാഹിലിങ്ങൾ അത് ചോദിക്കാം. എന്തേ മൻഉണ്ടോയെന്ന് ചോദിക്കുക. ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പറയുന്നേ ഇല്ല. അപ്പം എൻ്റെ അടുത്ത് എന്താ? അല്ലസുലു ഹില്ലുൻ, ഒരു ഇബാദത്തിൻ്റെ ഒരു മുആമലാത്തിൻ്റെ അസുലെന്താ? അത് ഹലാലാണെന്നാണ്. അത്രയെങ്കിലും കൂട്ടിക്കൂടെ? അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റഹ്മഹുല്ല ഇങ്ങനെ ദുആയിരുന്നു. 3 രാത്രി ദുആയിരുന്നു. പടച്ചോനെ, ഏതായാലും മരിക്കാനൊക്കെ ആയി, എനിക്കിനി നാളെ സ്വർഗത്തിൽ ആരാണ് എൻ്റെ കൂട്ടുകാരൻ എന്നെനിക്കൊന്ന് കാണിച്ചു തരണേ. സഅൽതു റബ്ബി സലാസ ലയാലിൻ അൻ യുരിയനി റഫീഖി ഫിൽ ജന്ന. ഇതിന് ഉത്തരം കൊടുത്തെന്ന് മാത്രമല്ല, സ്വർഗത്തിലേക്ക് വരുന്ന പെണ്ണിൻ്റെ പേരും നാടും കുടുംബം വരെ പറഞ്ഞു കൊടുത്തു, സ്ഥലം വരെ പറഞ്ഞു കൊടുത്തു. ആ പെണ്ണിനെ പോയി ബഹുമാനപ്പെട്ടവർ ആ നാട്ടിലെത്തി പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനത്തെ ഒരു സംഭവം. സഅൽതു റബ്ബി സലാസ ലയാലിൻ അൻ യുരിയനി റഫീഖി ഫിൽ ജന്ന. അള്ളാഹുവിനോട് 3 ദിവസം ഞാൻ ചോദിച്ചു, 3 രാത്രികളിൽ, പടച്ചവനെ, എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണിച്ചു തരയണമേ. അങ്ങനെയുണ്ട്. ഒരാളെന്നോട് സ്വപ്നത്തിൽ എനിക്ക് പറഞ്ഞു തരുന്നു, യാ അബ്ദൽ വാഹിദ്, അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് എന്ന് പറയും അവരെ. യാ അബ്ദൽ വാഹിദ്, റഫീഖുക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരാന്നറിയോ? മൈമൂനത്തുസ് സൗദാ, കറുത്തവളായ മൈമൂനയാണ് എന്ന് പറഞ്ഞു. മൈമൂനത്തുസ് സൗദാ. ഫഖുൽതു, ഞാൻ ചോദിച്ചു, ഐന ഹിയ, ആ മൈമൂന എവിടെയാണ്? ഖാല ഫീ ആലി ബനി ഫുലാനിൻ ഫിൽ കൂഫ, ഇറാഖിലെ കൂഫയിലെ ഒരു കുടുംബത്തിന്റെ പേര് പറഞ്ഞു കൊടുത്തു. അവിടെ പോയാൽ ഈ മൈമൂനയെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവരാണ് നിങ്ങളുടെ കൂട്ടുകാരൻ. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് എന്നവരും വലിയ ആബിദാണ്, ഭയങ്കര ഇബാദത്താണ്. മൈമൂനത്തുസ് സൗദാ, ഭയങ്കര അത്ഭുതമാണല്ലേ. ചോദിച്ചു, ഉത്തരം കിട്ടി, അഡ്രസ്സും പേരും വരെ കൊടുത്തു. സ്വർഗത്തിൽ ഒരേക്കും അവിടെ കറുത്ത പെണ്ണാവൂല, സ്വർഗത്തിലെത്തിയാൽ അതിസുന്ദരികളായി മാറുന്ന ദുന്യാവിലെ മുഅ്മിനത്തുകളൊക്കെ. ആ സുന്ദരികളുടെ ഖാദിമുകൾ അവിടുത്തെ ഹുറുല്ലീനുകൾ. യാ അല്ലാഹ്. അതുകൊണ്ട് ദുന്യാവിലെ പെണ്ണിനെ അവിടെ വേണ്ടെന്ന് പറയാൻ നിൽക്കണ്ട. ദുന്യാവിൽ ഈ കാണുന്ന പെണ്ണല്ല, ഈ കാണുന്ന നിങ്ങളും ആവില്ല. എല്ലാം ടോട്ടലി ചേഞ്ച് ആവുന്ന ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ പറയുന്നത്. ടൊയോട്ട ഫേസ് ലിഫ്റ്റ് ഇറക്കി, ഇന്നോവ മാറ്റി, ക്രിസ്റ്റ മാറ്റി എന്ന് പറഞ്ഞാൽ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ഫുൾ ബോഡി ലിഫ്റ്റാണ്. ജീവിതം, നമ്മുടെ ചേലും കോലും വയസ്സും എല്ലാം അല്ലാഹു തആല മാറ്റുന്നതാണ്. സുബ്ഹാനല്ലാഹ്. 33 വയസ്സായിരിക്കും. മൈമൂനത്തുസ് സൗദ, ദുന്യാവിലെ പേര് അങ്ങനെയാണ്. കറുത്തവളായ മൈമൂന, കൂഫക്കാരിയായ മഹദി. അഡ്രസ്സൊക്കെ ചോദിച്ചു, പറഞ്ഞു കൊടുത്ത കൂഫയിലാണ്. ഫഖറജതു ഇലാ കൂഫ, ഞാൻ കൂഫയ്ക്ക് തിരിഞ്ഞു, യാത്ര തിരിഞ്ഞു. കൂഫയിലേക്ക് ഞാൻ യാത്ര തിരിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അറിയുമോ മൈമൂനത്തുസ് സൗദയെ? അവർ പറഞ്ഞു, ഹിയ മജ്നൂനത്തുൻ ബൈന ളഹറാനൈന, ഞങ്ങൾക്കിടയിൽ ഭ്രാന്തുള്ള പെണ്ണ് എന്ന് ഞങ്ങൾ പറയുന്ന ആളാണിത്. ഞങ്ങൾ ഒരു ഭ്രാന്തെന്നാ പറയല്ലേ. ആ മൈമൂനയാണോ നിങ്ങൾ അന്വേഷിച്ചു വന്നത്? യാ അല്ലാ. കല്യാണം ആലോചിച്ച് എന്നോട് ചെന്ന് നോക്കുമ്പോൾ ആള് ഭ്രാന്തത്തെന്ന് പറഞ്ഞാൽ എന്താ കാലാവസ്ഥ? ഇത് കല്യാണം കഴിക്കാനല്ല കേട്ടോ മുമ്പ് ചോദിച്ചത്, സ്വർഗത്തിൽ ആരായിരിക്കും എന്ന് ചോദിച്ചതാ. ഞങ്ങളുടെ ആടുകളെ മേക്കുന്ന പെണ്ണാണവള്. അവർ വേല ചെയ്യുന്ന അടിമ സ്ത്രീകളെ പോലെയൊക്കെ ജീവിക്കുന്ന ഒരു പാവം പെണ്ണ്. മൈമൂനത്തുസ് സൗദ, ഭ്രാന്താന്നാ ഞങ്ങൾ പറയല്ലേ. അപ്പൊ ചോദിച്ചു, അവൾ എവിടെയാണ്? ഉരീദു അൻ അറാഹ, എനിക്ക് അവരൊന്ന് കാണണല്ലോ എന്ന് ചോദിച്ചു ഞാൻ. ഖാലു ഖുർജ് ഇലൽ ജബ്ബാന. ജബ്ബാന എന്ന് പറഞ്ഞ 2 അർത്ഥമുണ്ട്. ഒന്ന് മരുഭൂമിയാണ്, മറ്റൊന്ന് ഖബർസ്ഥാൻ. ഖബർസ്ഥാനും ജബ്ബാന എന്ന് പറയും. പള്ളിക്കാടിന് ജബ്ബാന എന്ന് പറയാം. ഇവിടെ മരുഭൂമിയിൽ ഇങ്ങനെ ആടിനെ മേയ്ക്കുന്ന 2 ഒട്ടകങ്ങളെ അവിടെ പോയിക്കോ, അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഫഖറജ്തു, ഞാൻ അങ്ങോട്ട് ചെന്നു. നോക്കുമ്പോ അവരുണ്ട്. ഫഇദാ ബിഹാ ഖായിമത്തുൻ തുസല്ലി, ആ മരുഭൂമിയിലേക്ക് വിലാക്കും തിരിഞ്ഞ് മുമ്പത്തേര് നിസ്കരിച്ചു കൊണ്ടിരിക്കുക. ഇപ്പുറത്തൊരു വടിയുണ്ട്, ആ വടിയിലൊരു രോമത്തിന്റെ കുപ്പായമുണ്ട്. ആ കുപ്പായത്തിന്റെ മീതെ ഒരു തോൽ കഷ്ണത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വായിക്കുകയാണ്, ലാ തുബാഉ വലാ തുഷ്തറ. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ബാക്കിൽ ഇപ്പൊ ഈ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ബാക്കിൽ പല എഴുത്തുണ്ടാവും. ചിലത് ഫ്ലൈ എമിറേറ്റ്സ് എന്ന് കാണും, ഫ്ലൈ ഇത്തിഹാദ് എന്നുണ്ടാവും, ചിലപ്പോൾ വല്ല മാഞ്ചസ്റ്റർ സിറ്റി എന്നാകാരം, അല്ലെ ലിവർപൂൾ എന്നായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ വല്ല മെസ്സിന്റെ നമ്പറെങ്കിലും ഉണ്ടാവും ബാക്കിൽ, അല്ലേ? എന്തെങ്കിലുമൊക്കെ ബാക്കിൽ എഴുതി വെച്ച് നടക്കൂലേ.
ഈ മഹദി കുപ്പായത്തിന്റെ ബാക്കിൽ എഴുതി വെച്ചെന്നറിയോ? ലാ തുബാഉ വലാ തുഷ്തറ. ദിസ് ഈസ് നോട്ട് ടു ബി സോൾഡ്, നോട്ട് ടു ബി ബോട്ട്. ഇത് വാങ്ങിക്കാനും പറ്റൂല, ഇത് വിൽക്കാനും പറ്റൂല കേട്ടോ എന്ന് പറഞ്ഞാൽ ഇന്നെ വാങ്ങിക്കുകയും ചെയ്യേണ്ട, വിൽക്കും വേണ്ട, കിട്ടിയോല് പിടിച്ച് നിർത്തിക്കൊള്ളി എന്നാണ് ഇതിൻ്റെ ആശയം. അതാണ് ഒരു ആത്മീയ ലോകത്തേക്ക് ഇറങ്ങിയ ഒരു മഹദിയുടെ ചില ആഴമേറിയ വാക്കുകളാണത്. തിരിയുന്നവർക്ക് തിരിയും എന്താണ് പറയുന്നത്. ലാ തുബാഉ വലാ തുഷ്തറ. അപ്പം ഞാൻ അങ്ങനെ കാത്തിരുന്നു ഇവിടെ നിസ്കാരം കഴിയട്ടെ. അപ്പൊ നോക്കുമ്പോഴേ ആടുകളെ മേച്ച് നടക്കുന്ന ഇടയിൽ കൂടെ കുറെ ചെന്നായികളൊക്കെ ഉണ്ട്. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആടുകൾ, ചെന്നായ കണ്ട ചെന്നായ പിടിച്ചോണ്ടുണ്ട്. ഒരു ചെന്നായി ഒരു ആടിനും കടിക്കണില്ല, ഒരു ഉപദ്രവമില്ല. അവള് കൂളായി നിസ്കരിക്കുന്നുണ്ട്. ഈ ചെന്നായെ പിടിച്ച് കൊണ്ടുപോകാതിരിക്കാനാണ് ആട്ടിടയനെ ഏൽപ്പിക്കുന്നത്, വടിയും കൊടുത്തിട്ട്. ആ വടി വെച്ചിട്ട് വടിമ കുപ്പായം തൂക്കിയിട്ട് 30 നിസ്കരിക്കുകയാണ്. മൈമൂനത്തു സൗദ റഹ്മത്തുള്ളാഹി തആല അലൈഹ. അള്ളാഹു ആദരിച്ചൊരു മഹദിയാണ്. അത്ഭുതം നോക്കണം, ഫോണും മൊബൈലും ടെലികമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത കാലത്ത് ഈ മഹദി ഇനി ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന വാക്കുകൾ കേട്ടാൽ അത്ഭുതപ്പെടും. എവിടുന്നേ ഇങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞത്? അപ്പോ ഞാനവിടെ നിന്നു. ഞാനവിടെ എത്തിയെന്ന് കണ്ടപ്പോൾ ഒരാളുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ നിസ്കാരമൊക്കെ പെട്ടെന്ന് കഴിച്ചു. നിസ്കാരമൊക്കെ പെട്ടെന്ന് വല്ലാണ്ട് നീട്ടിയില്ല, നിസ്കരിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദേ പോയിക്കോ, ഇവിടെയല്ല നമ്മൾ കണ്ടുമുട്ടുന്ന സ്ഥലം, ഇവിടെയല്ല. പടച്ചോനെ, എന്റെ പേര് മുപ്പത്തേര് പറഞ്ഞു, കഥ മുപ്പത്തേർക്ക് മനസ്സിലായി. ഇവിടെ അല്ലല്ലോ നമ്മൾ കണ്ടുമുട്ടുന്നത്, എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. യാ അല്ലാഹ്, നമ്മൾ ഈ നിസ്സാരമായി കാണുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, നല്ല കഴമ്പുള്ള ആളുകൾ, നല്ല സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളായ പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അള്ളാഹുവിൻ്റെ വലിയത്തുകളും ഔലിയാക്കന്മാരുമായ ആൾക്കാരുണ്ടാവും. പേര് ചോദിച്ചിട്ടില്ല, നിങ്ങൾ ആരാ, എവിടുന്നാ വരുന്നത്, എന്ത്, ഇതൊന്നുമല്ല, ഒറ്റടിക്ക് വർത്തമാനമാണ്. ഇബ്നു സയ്യിദ്, അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ്, ഇന്ന മൗഇദനാ ലൈസൽ മൗഇദു ഹാഹുനാ വഇന്നമൽ മൗഇദു തമ്മ. നമ്മൾ കണ്ടുമുട്ടുന്നത് ഇവിടെയല്ല, നമ്മൾ കണ്ടുമുട്ടുന്നത് അവിടെയാണ്. എവിടെ? ഫിൽ ജന്ന, സ്വർഗത്തിലാണ്. എന്തിനെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, റഹിമക്കില്ലാഹ് വമാ യുഅലിമുക അന്നി ഇബ്നു സയ്യിദ്. ഞാൻ ഇബ്നു സയ്യിദാ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. ഞാൻ ഇബ്നു സയ്യിദാ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? വല്ലാത്ത അത്ഭുതമാണല്ലോ. അപ്പൊ അവര് പറഞ്ഞു, അമാ അലിംത്, നിങ്ങൾക്കറിയില്ലയോ, അന്നൽ അർവാഹ ജുനൂദും മുജന്നദ, ആത്മാവുകളെല്ലാം സഞ്ചരിക്കുന്ന സൈന്യത്തിന്റെ കൂട്ടം പോലെയാണ്. സൈന്യം ഏറ്റുമുട്ടുമ്പോൾ ഓരോരുത്തരും അവർക്ക് മാച്ചാവുന്ന ആളുകളുമായി ഏറ്റുമുട്ടും എന്ന പോലെ റൂഹുകൾ ഇങ്ങനെ പറക്കുകയാണ്. അവർക്ക് പരസ്പരം ബന്ധമുള്ള ആളുകളുമായി റൂഹുകൾ കൂട്ടുകൂടും. അങ്ങനെ എൻ്റെ റൂഹും നിങ്ങളുടെ റൂഹും തമ്മിലുള്ള പരിചയമാണിത്. ആലമുൽ അർവാഹിൽ വെച്ച് ഫമാ തആറഫ മിൻ അഖ്തലഫ വമാ തനാകറ മിൻ അഖ്തലഫ്. ആത്മാവുകളുടെ ലോകത്ത് പരിചയപ്പെട്ട റൂഹുകൾ, ആ റൂഹുകൾ നല്ല ചങ്ങാതിമാരായിരിക്കും. അവിടെ നിന്ന് തർക്കിച്ചവരും ശണ്ട കൂടിയവരും ദുന്യാവിൽ ശത്രുക്കളുമായിരിക്കും. നബിയുനാ റസൂലുള്ളാഹ് തങ്ങളുടെ ഹദീസാണത്. അൽ അർവാഹു ജുനൂദും മുജന്നദ ഫമാ തആറഫ മിൻ അഖ്തലഫ വമാ തനാകറ മിൻ അഖ്തലഫ്. ഫഖുൽതു ലഹാ, മഹാനവറുകൾ പറഞ്ഞു, ഇദീനി ബീവി, നിങ്ങൾ എനിക്കൊരു ഉപദേശം തരൂ. ഈ അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് എന്നവർ വലിയ ആലിമാണ്, അന്നത്തെ വാഇദുമാണ്, പണ്ഡിതനുമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊക്കെ അത്ഭുതം പറയുമ്പോൾ എന്ത് ചെയ്യാനാ, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം പറഞ്ഞു തരൂ. ഇദീനി, എനിക്കൊരു വഅദ് പറഞ്ഞു തരൂ. പെണ്ണ് പറഞ്ഞു, യാ അജബൻ, യാ അജബൻ മിൻ വാഇദിൻ യുഅദ്. വഅദ് പറയുന്ന ആൾക്ക് അങ്ങോട്ട് വഅദ് പറഞ്ഞു കൊടുക്കുകയോ. അപ്പൊ ഇദ്ദേഹം വഅദ് പറഞ്ഞ ആളാന്ന് മൂപ്പർക്കറിയാം. ആർക്കറിയാം? ഈ മഹദിക്കറിയാം. യാ അജബ. സയ്യിദന മൂസ നബി അലൈഹിസ്സലാം ഖിദർ നബിയുടെ അടുത്തേക്ക് ചെന്നില്ലേ? മൂസാ നബി ചില്ലറയാണോ? മൂസാ നബി അലൈഹിസ്സലാം ആരാ? അള്ളാന്റെ മുർസലായ റസൂലാണ്. വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. അള്ളാഹ് സംസാരിച്ചു സയ്യിദന മൂസ നബി അലൈഹിസ്സലാമിനോട്. ഖിദർ നബിയുടെ അടുത്ത് എത്തുമ്പോഴല്ലേ ആ ലോകം അറിയണത്. കാണാത്തൊരു ലോകമാണ് ഖിദർ നബി നോക്കുന്നത്. മൂസ നബി അലൈഹിസ്സലാം ആലമുൽ ഷഹാദയിലാണ്, ഖിദർ നബി അലൈഹിസ്സലാം ആലമുൽ ഗൈബിലാണ്. രണ്ടും രണ്ട് ലോകമാണ്. മഹാനായ അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് എന്നവരോട് ആ മഹദി പറഞ്ഞു, മൈമൂനത്തു സൗദ പറഞ്ഞു,
യാ അജബൻ മിൻ വാഇലിൻ യുഅദ്. പിന്നെ അവർ പറഞ്ഞു, അത്ഭുതമാണ് വഅദ് പറയുന്ന നിങ്ങളോട് ഞാൻ വഅദ് പറഞ്ഞു തരണോ? യബ്ന സയ്യിദ്, അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ്, ഇന്നക ലൗ വളഅത മആയീറൽ ഖിസ്തി അലാ ജവാരിഹി ലഖബ്ബറത്ക ബിമക്തൂമിൻ മാ ഫീഹാ. നിങ്ങളുടെ കൈകാലുകളോട്, നിങ്ങളുടെ കണ്ണുകളോട് നിങ്ങൾ സംസാരിക്കണം. ഇതൊക്കെ വല്ല ആത്മീയ യോഗ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന ആളുകൾ എല്ലാ മതത്തിലുണ്ട് കേട്ടോ. അവരിങ്ങനത്തെ ചില ഇൻസ്ട്രക്ഷൻ, നിങ്ങളോട് സംസാരിക്കുക, സ്പീക്ക് ടു യുവർ ഹെഡ്, നിങ്ങൾ കണ്ണടച്ചു വെക്കുക, എന്നിട്ട് നിങ്ങളുടെ മുഖം ഇങ്ങനെ നിങ്ങൾ ഓർക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പരിപാടി ഉണ്ട്. നമുക്കൊക്കെ ശറഅ പഠിപ്പിച്ചു തന്ന ഈ അത്ഭുതം എത്ര മനോഹരമാണ്. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ്, നിങ്ങളുടെ അവയവങ്ങൾക്കുമീതെ നിങ്ങൾ നീതിയുടെ തുലാസ് നാട്ടിവെക്കുക. നിങ്ങളുടെ അവയവങ്ങളെ തൂക്കണം. എത്രത്തോളം അള്ളാഹുവിന് ആ കൈകാലുകളിൽ നന്മയുണ്ട്, എത്രത്തോളം റബ്ബിന് തിന്മ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ ഒന്ന് അളന്നു നോക്കി. നിങ്ങളുടെ കാതും ചെവിയും ചിന്തയും ബ്രെയിനും ഹൃദയവും നിങ്ങളുടെ ചുണ്ടുകളും മൂക്കും നിങ്ങളുടെ സ്പർശനവും ഇതൊക്കെ അല്ലാഹുവിന്റെ നിഅമത്തുകളാണ്. നിങ്ങളുടെ സെൻസറി ഫാക്കൽറ്റീസ്, അതിനൊക്കെ നിങ്ങളൊരു അസസ്മെന്റ് എടുക്കും. ഒന്ന് പരിശോധിച്ചു നോക്കി. പരിശോധിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ അവയവങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരും. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ്, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് എന്നവർ. ഞാനും ചോദിച്ചാൽ കിട്ടിക്കോളണമെന്നില്ല. ഞാൻ ചോദിച്ചാൽ കിട്ടിക്കോളാം, നിങ്ങൾ ചോദിച്ചപ്പോൾ കിട്ടിക്കോളാം. നിങ്ങൾ ചോദിച്ചാൽ കിട്ടും. ചോദിച്ചു നോക്കി. ഇൻഷാ അല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ്, ഇബ്നു സയ്യിദ്, അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ്, ഇന്നഹു ബലഗനി, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഒരു ഇൽമ പറഞ്ഞു തരാം. ഇത് പറയുന്നത് ഭയങ്കരമായ ഒരു ഇൽമാണ്, അത്ഭുതമുള്ള ഒരു അറിവാണ് ഈ മഹദി പറയുന്നത്. ചെറുപ്പക്കാരിയാണ്, ആടുകളെ മെച്ച് നടക്കുന്ന അടിമപ്പെണ്ണാത് മരുഭൂമിയിൽ. ابن زيد ما من عبد أعطي من الدنيا شيئا فابتغى إليه ثانيا إلا سلبه الله حب الخلوة معه. നിങ്ങൾക്ക് ദുന്യാവിൽ ആഗ്രഹമുള്ള ഒരു സാധനം നിങ്ങളുടെ കൈകളിൽ കിട്ടിയാൽ, ഇങ്ങനെ നിങ്ങൾ എന്തോ ഒരു സാധനം കിട്ടണമെന്ന് ആഗ്രഹിച്ചു, ഒരു ആപ്പിള്, അല്ലെങ്കിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്, അല്ലെങ്കിൽ ഒരു ലച്ചി, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ നമ്മൾ കാണാത്ത വിദേശത്ത് നിന്ന് വരുന്ന ഫ്രൂട്ട്സൊക്കെ അല്ലേ, ചിലപ്പോൾ ഒരു ആഗ്രഹം തോന്നും, അത് കഴിക്കണം ഇത് കഴിക്കണം. നിങ്ങൾക്ക് കിട്ടി, നിങ്ങളുടെ കൈകളിൽ വന്നു എന്തെങ്കിലും. അല്ലെങ്കിൽ ഒരു ഐഫോൺ 14 Pro Max. ഇനി കുറേ കാലം കഴിഞ്ഞാൽ മൂലയിൽ വേദം പറയുമ്പോൾ അന്ന് 14 ഉള്ളൂ, ഇപ്പോൾ 25 എത്തിയില്ലേ എന്നൊക്കെ അന്നത്തെ മക്കൾ ചിലപ്പം പറയും. ഇപ്പോൾ ഈ ലൈവൊക്കെ ഇവിടെ റെക്കോർഡറായി കിടക്കുകയാണെങ്കിൽ അല്ലേ, അപ്പോൾ പറയും, ഓ അന്നത്തെ ഒരു കഥ, 14 Pro Max ഒക്കെ വലിയ സംഭവമായിട്ട് അന്നത്തെ വേദല മൂലയിൽ പറഞ്ഞതാ. ഇന്നിപ്പോൾ അതൊക്കെ എന്തായി? ഓരോ തലമുറയും നമ്മൾ വിചാരിക്കും നമ്മളെ വാപ്പന്മാരൊക്കെ ഒന്നുമില്ലായിരുന്നു, പാവങ്ങളാണ്. നമ്മളെ പറ്റി നമ്മളെ മക്കൾ പറയും, നമ്മളെ വാപ്പ ആകെ ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമേ ഓരോ കാലത്തുള്ളൂ, സാധുക്കൾ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ ആകുമ്പോൾ ഓരോ മക്കൾ ഓരെ പറ്റി പറയും, നിങ്ങളൊക്കെ പൊട്ടന്മാരല്ലേ, നിങ്ങൾക്ക് എന്താ കിട്ടിയത്. ഓരോ ജനറേഷനും അവരെ എപ്പോഴും അപ്ഡേറ്റഡ് ആണെന്നാണ് തോന്നുക. അതങ്ങനെ ദുന്യാവിൻ്റെ അവസ്ഥ. അങ്ങനെ തന്നെ നോട്ടെ, അത്രയേ പറ്റുള്ളൂ. വരാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്കറിയില്ലല്ലോ, എന്തൊക്കെ ടെക്നോളജി, എന്തൊക്കെ ഇൻവെൻഷൻസ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കയ്യിൽ കിട്ടി, ആഗ്രഹിച്ചത് വേണമെന്ന് കിട്ടി. രണ്ടാമതും അങ്ങനത്തെ ഒന്ന് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹു ഒരു നിഅമത്ത് തന്നു, ആ നിഅമത്തിട്ട് ഇനി കുറച്ചും കൂടെ കിട്ടിയത് തരക്കേടില്ല, ഇനിയും വേണമായിരുന്നു, വേറൊന്നും കൂടെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ, ഇല്ലാ സലബഹുല്ലാഹു ഹുബ്ബൽ ഖൽവതി മഅഹ്, അള്ളാഹുവിൻ്റെ കൂടെ ഒറ്റയ്ക്ക് സ്വകാര്യമായി സംഭാഷണം ചെയ്യാനുള്ള ആ ഒരവസരം അള്ളാഹു എടുത്തു കളയും. നിനക്ക് അതല്ലേ വേണ്ടൂ, നിനക്ക് എന്നെ വേണ്ടല്ലോ എന്നാ. നീ എന്നെപ്പറ്റി അങ്ങനെ ചിന്തിച്ചില്ല, ദുന്യാവിത്തെ ഒരു സാധനമല്ലേ നിനക്ക് വേണം തോന്നിയത്. ഖൽവത്തിൻ്റെ ആ ഒരു മഹബത്ത് അള്ളാഹ് എടുത്തു കളയും. പിന്നെ അള്ളാഹിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കിരിക്കണം എന്നുള്ള തോന്നലേ കൽബിൽ വരൂല. ഓരോ ഫുൾ ടൈം ഇത് തോണ്ടിയിരിക്കലേ കാരണം. പക്ഷെ അങ്ങനെ ഒരു അസാമുകാരനാണ്, എൻ്റെ ഫ്രണ്ടുണ്ട്, അദ്ദേഹം പറഞ്ഞ ഒരു വിറ്റിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ മൊബൈൽ നോക്കുമ്പോഴേ നിസ്കാരം സ്വീകരിച്ചിക്കണോ എന്നല്ല OTP ഒന്ന് നോക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അപ്പം തന്നെ തുറന്നു നോക്കുകയാണല്ലോ സംഭവം. നിസ്കാരം അല്ലാഹ് കബൂലാക്കിക്കണോ ഇല്ല എന്നല്ല OTP വന്നോ നോക്കിയിരിക്കുന്നു. യാ അല്ലാഹ്,
നിങ്ങൾക്ക് ദുന്യാവിലെ ഒരു വിഷയത്തോട് ആഗ്രഹം തോന്നുകയും ആ ആഗ്രഹം